അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വൃശ്ചിക മാസമൊക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു രാവിലത്തെ ഒരു ക്ലൈമറ്റ്. അല്ലെങ്കിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഈ വൃശ്ചിക മാസത്തിൽ കുറച്ചുകൂടി അടിപൊളിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നേരെ ഇറങ്ങി. എനിക്ക് വീട്ടിൽ നിന്ന് 1 മണിക്കൂറുണ്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെ. അപ്പം ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് ബസ് കയറി പത്തനംതിട്ട ഇറങ്ങി. പത്തനംതിട്ട അങ്കു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്കുവും ഞാനോടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 8:30 പരശുരാമനായിരുന്നു ഞങ്ങൾ പോകാൻ വേണ്ടിയിരുന്നത്. മീനും ശ്രീകുട്ടനും അവർ രണ്ടുപേരും കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു കയറുന്നത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ട്രെയിൻ കയറാൻ ഭയങ്കരമായിട്ട് അറിയുന്നത് കൊണ്ട് അവർ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റും ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റും രണ്ടും രണ്ടായിരുന്നു. അത് ഏകദേശം കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്ക് ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞു. പിന്നെ മീനു വീട്ടിൽ നിന്ന് ദോശയും കടലയൊക്കെ കൊണ്ടുവന്നു. അത് ഞങ്ങളുടെ ശ്രീകുട്ടൻ എല്ലാവർക്കും വാരിത്തന്നു. ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഒരു ഹോട്ടലിൽ കയറി. ആദ്യം ഒരു ഹോട്ടലിൽ കയറി, അത് നോൺ വെജ് മാത്രമായിരുന്നു. പക്ഷേ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ വെജ് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് ശക്തൻ സ്റ്റാൻഡിൽ പോയി. തൃശ്ശൂർ 2 സ്റ്റാൻഡുണ്ടല്ലോ, വടക്കേ സ്റ്റാൻഡും ശക്തൻ സ്റ്റാൻഡും. ശക്തൻ സ്റ്റാൻഡിൽ പോയാലാണ് നമുക്ക് ഗുരുവായൂർ പോകാനുള്ള ബസ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഏകദേശം 4:30 ഒക്കെ ആയെന്ന് തോന്നുന്നു ഞങ്ങൾ ഗുരുവായൂർ എത്തി. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.